നമസ്കാരം. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ തിരിമറിയിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടെ PSCയിലെ തങ്ങളുടെ സ്വന്തക്കാരായ അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും രക്ഷിച്ചെടുക്കാൻ നെട്ടോട്ടം ഓടുകയാണ് CPMഉം അവരുടെ സൈബർ പടയും. PSCയെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തിറങ്ങിയതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ PSCയെ ന്യായീകരിക്കാനും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ തള്ളിപ്പറയാനും സൈബർ സഖാക്കൾക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് കർശന നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. പരീക്ഷയിൽ വൻ ക്രമക്കേട് നടന്നുവെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ കണ്ടെത്തിയിട്ടും PSC സ്വയം അന്വേഷണം നടത്തുന്നുണ്ടെന്നും കാര്യക്ഷമത തകർക്കാൻ നീക്കം നടക്കുകയാണെന്നും പറയുന്ന പിണറായി വിജയന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ എത്രത്തോളം നിസ്സാരമായാണ് ഉദ്യോഗാർത്ഥികളുടെ കഷ്ടപ്പാടിനെ പിണറായി തള്ളിപ്പറയുന്നത് എന്ന് വ്യക്തമാണ്. കാരണം മറ്റൊന്നുമല്ല, ചെയർമാൻ അടക്കം നിലവിലുള്ള PSC അംഗങ്ങളെല്ലാം കഴിഞ്ഞ LDF സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിയോഗിച്ചവരാണ്. അന്വേഷണം നേതാക്കളിലേക്കും PSC അംഗങ്ങളിലേക്കും നീണ്ടാൽ 10 വർഷം ഭരിച്ച് പാർട്ടി സ്വന്തമാക്കി വെച്ച നാണംകെട്ട വശങ്ങൾ വീണ്ടും വെളിച്ചത്ത് വരും എന്ന ഭയമാണ് ഇവരെ ഭരിക്കുന്നത്. പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ തട്ടിപ്പിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്നത്. എന്നിട്ടും യുവാക്കളുടെ കണ്ണീര് കാണാതെ തട്ടിപ്പുകാരെ വെളുപ്പിച്ചെടുക്കാൻ പാടുപെടുന്ന CPMന്റെ അവസ്ഥ കാണുമ്പോൾ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ്. UDFും BJPയും ഈ അട്ടിമറിക്കെതിരെ ശക്തമായി തെരുവിൽ സമരം ചെയ്യുമ്പോൾ യുവജന പ്രസ്ഥാനങ്ങളായ SFIയോ DYFIയോ ഈ അഴിമതിക്കെതിരെ വാ പൊളിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പകരം 58 മാർക്കിന്റെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ മുക്കിയതിനെ വെറുമൊരു സാങ്കേതിക തകരാർ മാത്രമാണെന്ന് പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ ഇറക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പാർട്ടി നേതാക്കളുടെ മക്കൾ തോറ്റതുകൊണ്ട് പരീക്ഷ സുതാര്യമാണെന്ന വിചിത്രവാദവും ഇവർ ഉയർത്തുന്നുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരൊറ്റ കാര്യമുണ്ട്: പിൻവാതിൽ നിയമനങ്ങളും PSC അട്ടിമറികളും തങ്ങളുടെ പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ട ഫ്യൂഡൽ സമ്പ്രദായമാണെന്നാണ് പിണറായി വിജയനും CPMഉം ഇപ്പോഴും കരുതുന്നത്. സത്യത്തിൽ നിലവിലെ VD സതീശൻ സർക്കാരിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും ഭാഗ്യവും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്നു എന്നത് തന്നെയാണ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതിക്കറ പുരണ്ട ഒരു നേതാവുണ്ടെങ്കിൽ അത് താനാണെന്ന സത്യം പിണറായി ഒഴികെ ബാക്കി മുഴുവൻ മലയാളികൾക്കും അറിയാം. ജനപിന്തുണ തീരെയില്ലാത്ത അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഇനി എത്ര വലിയ ആരോപണം ഉന്നയിച്ചാലും ജനങ്ങൾക്ക് മുന്നിൽ അത് വിജയിപ്പിക്കാൻ കഴിയില്ല. എന്തെങ്കിലും സമരം സംഘടിപ്പിച്ച് 2 രക്തസാക്ഷികളെ കൂടി ഒപ്പിക്കാനാകുമോ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ തന്റെയും കുടുംബത്തിന്റെയും പേരിൽ നിലനിൽക്കുന്ന അഴിമതി കേസുകൾ ഒന്നൊന്നായി പൊങ്ങി താൻ അകത്താകുമെന്ന ഭയം പിണറായിക്കുണ്ട്. ഇപ്പോഴും വലിയ ഭരണപരമായ എന്തോ വലിയ അധികാരവും പദവിയും തന്റെ കയ്യിലുണ്ടെന്ന മട്ടിലാണ് പിണറായി വിജയന്റെ പെരുമാറ്റവും ഭാവവും. മകളുടെ പേരിലുള്ള മാസപ്പടി കേസിൽ പെട്ടാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ക്യാബിനറ്റ് പദവിയുടെ സുരക്ഷ കിട്ടുമെന്ന് കരുതിയാണ് ഇയാൾ ഈ കസേരയിൽ വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് പാർട്ടി പ്രവർത്തകർക്ക് അനധികൃതമായി ജോലി നൽകിയ സന്തോഷത്തിൽ CPM ഇരിക്കുമ്പോൾ ജോലി ലഭിക്കാതെ തെരുവിൽ പോരാടുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യുവാക്കളുടെ ശാപമാണ് ഇവർക്ക് മേൽ വീണുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ അഹങ്കാരവും ഈ കപട ന്യായീകരണങ്ങളും കൊണ്ട് CPMൽ ശേഷിക്കുന്ന ആകെ കനൽ കൂടി പൂർണ്ണമായും അണഞ്ഞു പോകുന്ന കാഴ്ചയ്ക്കാണ് കേരളം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.